ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും വേണ്ടത്ര വെയിറ്റ് ലോസ് കാണുന്നില്ല. ഇതിൻ്റെ മെയിൻ റീസൺ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കാരണമായിരിക്കും. എന്തൊക്കെയാണ് മിസ്റ്റേക്സ്, എങ്ങനെ അതൊക്കെ കറക്റ്റ് ചെയ്യാം എന്ന് ഈ വീഡിയോ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് എനിക്ക് വണ്ണം എങ്ങനെ കുറയ്ക്കാമെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു 5 കിലോ കുറയ്ക്കണം, 10 കിലോ കുറയ്ക്കണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്കൊരു ഹെൽത്തി വേയിൽ നമുക്ക് മാസത്തിലൊരു 1-2 കിലോ ഒക്കെ വരി കുറയ്ക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി വേ ഓഫ് ലോസിങ് വെയിറ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വണ്ണം കുറച്ചെടുക്കണം, എനിക്ക് 5-10 കിലോ കുറയ്ക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് കട്ട്സ് തേടി പോകും. അതിൽ ഒന്നാമത്തെ ഒരു ഷോർട്ട് കട്ടും ഏറ്റവും വലിയ മണ്ടത്തരമാണ് എക്സ്ട്രീം ഡയറ്റ്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി അത്യാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഡയറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി വിചാരിക്കുന്നത് നമ്മൾ ഏതോ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് അകപ്പെട്ടിരിക്കുന്നത്, നമുക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥ, അതായത് ഫെമൈൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലൊരവസ്ഥയിൽ നമ്മൾ പെട്ടിരിക്കുകയെന്ന് വെച്ചിട്ട് ബോഡി കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവാൻ തുടങ്ങും. അങ്ങനെ ബോഡി കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായിരിക്കും എല്ലാവരും പട്ടിണി കിടന്ന് ആദ്യം വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞതായിട്ടൊക്കെ തോന്നും, പിന്നീട് ആ വെയിറ്റ് അങ്ങ് സ്റ്റക്കായ പോലെ തോന്നും. ഇതിൻ്റെ മെയിൻ കാരണം നിങ്ങൾക്ക് ആദ്യം അവിടെ ലോസ് ആയത് ഫാറ്റ് അല്ല, മസിൽ മാസ് ലോസും ആൻഡ് വാട്ടർ ലോസുമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ അത് കാരണമാണ് പിന്നീട് വെയിറ്റ് സ്റ്റക്കായ പോലെ തോന്നുന്നത്. സോ വെയിറ്റ് ലോസിന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ നിൽക്കരുത്. ബോഡി വെയ്റ്റ് അനുസരിച്ച് എത്ര കാലോറിക് റിക്വയർമെൻറ്റ് ഡെയിലി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനേക്കാളൊരു 300 to 500 കാലറീസ് മാത്രം ഡെഫിസിറ്റിൽ നിങ്ങൾ കഴിക്കുക, അല്ലാതെ എക്സ്ട്രീം കാലോറിക് ഡെഫിസിറ്റിലേക്ക് പോകാതിരിക്കുക. ഈ കാലോറിക് ഡെഫിസിറ്റ് കണ്ടുപിടിക്കാം, നമുക്ക് ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന എന്തുമാത്രം കാലോറിയാണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ വെയിങ് മെഷീൻസ് മേടിക്കാം, ഫുഡിൻ്റെ മെഷീൻ. എന്നിട്ട് എത്ര കാലോറീസ്, എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 100 ഗ്രാമോ ചോറൊക്കെ എടുത്ത് അളന്ന് മാത്രം എടുക്കുക. ആൻഡ് അതിൻ്റെ കലോറീസ് എത്രയാണെന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇൻഫർമേഷൻ. അത് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൻ്റെ കാലോറീസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. ആൻഡ് കാലോറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെയിലി ഒരു 300 to 500 കാലോറിക് ഡെഫിസിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നീട് എല്ലാവരും കോമൺലി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡയറ്റിൽ വേണ്ട കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഫാറ്റ് ലോസിന് ഇത്ര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി കഴിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ ജിമ്മിൽ പോകുന്നവരെ കണ്ടില്ലേ മുട്ട കഴിക്കുന്നത്, അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിനുള്ള എനർജി കിട്ടുന്നതായിരിക്കും. നമുക്കൊരു ഹോൾ ഡേ അല്ലെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ നമ്മുടെ വയറ് ഫുള്ളാക്കി വെക്കാൻ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ട് പിന്നീടുള്ള വിശപ്പ് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് കുറഞ്ഞു കിട്ടും. ആൻഡ് ഫാറ്റ് ലോസിന് പ്രോട്ടീൻ വളരെ എസെൻഷ്യലാണ്. സോ ഫാറ്റ് ലോസിന് മസിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക. ഡെയിലി ഒരാളുടെ 1 കിലോഗ്രാം വെയ്റ്റിന് 1 ഗ്രാം പ്രോട്ടീനാണ് മിനിമം റിക്വയർമെൻറ്റ് പറയാം. നിങ്ങൾക്ക് 60 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീനാണ് മിനിമമായിട്ട് ഡെയിലി കഴിക്കണമെന്ന് പറയുന്നത്. സോ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒരു പ്രോട്ടീൻ സോഴ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. സോ ആനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീനിൽ ഏറ്റവും ബെസ്റ്റാണ് മുട്ട. വെറും ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് മുട്ട. ഒരു മുട്ട കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു 7 ഗ്രാം പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നീട് നല്ലൊരു സോഴ്സാണ് ചിക്കൻ ബ്രസ്റ്റ്, അല്ലെങ്കിൽ ചിക്കൻ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ഒരു 100 ഗ്രാം ചിക്കൻ വെച്ചിട്ട് ഡെയിലി ഇൻടേക്ക് ചെയ്യുക. ഓക്കെ, മീനിൽ നിന്നൊക്കെ അത്യാവശ്യം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ വെജിറ്റബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീനിൽ ഏറ്റവും നല്ലൊരു സോഴ്സാണ് സോയാബീൻ, പനീർ, ദെൻ പയർ വർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടലയൊക്കെ വേവിച്ചിട്ട് പുഴുങ്ങി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രോട്ടീൻ ഇൻടേക്കിൽ. ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ഗ്രീക്ക് യോഗട്ട്. നമ്മുടെ സാധാ യോഗട്ട് അല്ല, ഗ്രീക്ക് യോഗട്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. സോ അത് നല്ലൊരു സോഴ്സാണ് പ്രോട്ടീൻ. സോ ഇതാണ് ആനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീനും അതിൻ്റെ ഗ്രാംസും, എത്ര പ്രോട്ടീൻ നമുക്ക് ഇത് കഴിച്ചാൽ കിട്ടുമെന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് വെജിറ്റബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇത് കഴിച്ചാൽ എത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഷുഗർ കട്ടിലായിരിക്കും ചിലപ്പോൾ. എല്ലാവരും ചെയ്യുന്നൊരു കോമൺ കാര്യമാണ് ഷുഗർ കട്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഷുഗർ കട്ട്. ഷുഗർ കട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിന്നൊരു റിസൾട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, പിന്നെ ഷുഗർ കട്ടിൻ്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ
വളരെ പോപ്പുലറായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ കട്ട് ചെയ്താൽ വണ്ണം കുറയ്ക്കാൻ. പക്ഷേ അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഓക്കെ ഞാൻ ഷുഗർ കട്ട് മാത്രം കൊണ്ട് എനിക്ക് വണ്ണം കുറച്ചെടുക്കാൻ നോക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും റിസൾട്ട് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. സോ ഷുഗർ കട്ടിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഡയറ്റ് നോക്കുക. ദെൻ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഷുഗർ കട്ട് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് എന്താണ്? ചായക്കകത്ത് പഞ്ചസാര അങ്ങ് അവോയ്ഡ് ചെയ്യും. ഓക്കെ, അതായിരിക്കും എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. ആൻഡ് നമ്മൾ അറിയാതെ പക്ഷെ പല രീതിയിലും ഷുഗർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് ഷുഗർ നമ്മൾ കാണുന്ന ഈ പഞ്ചസാര മാത്രമല്ല ഷുഗർ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ അറിയാതെ പല രീതിയിലും ഹിഡൻ കാലോറീസ് നമ്മുടെ ബോഡിയിൽ ഇൻടേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളൊരു സോഴ്സാണ് നമ്മൾ ഈ പാക്കേജ്ഡ് ഫുഡ്സ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള, 7up ഇതൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളാരും വെള്ളം കൊണ്ടുപോകാറില്ലല്ലോ. നമ്മൾ പുറത്ത് പോകുന്ന വഴിക്ക് ദാഹിച്ച ആദ്യം കുടിക്കുന്നതാണ് എല്ലാവരും വാങ്ങിച്ച് പെപ്സിയും കൊക്കക്കോളയൊക്കെ. ഇതിലൊക്കെ തന്നെ ഒരുപാട് ഷുഗർ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഷുഗർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടി വരും. ദെൻ ബ്രെഡിൽ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം നമ്മൾ ഷുഗർ കട്ട് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് അവോയ്ഡ് ചെയ്താൽ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഷുഗർ കട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഷുഗർ കട്ടും കൂടെ ചെയ്ത് നോക്കുക വെയിറ്റ് ലോസിൽ. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓവറോൾ നിങ്ങൾ ബാക്കി ഡയറ്റും വർക്കൗട്ടൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഗർ കട്ടും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയൊക്കെ നമ്മളിതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രാജുവലി അതിൻ്റെ മാറ്റങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഒരു 6 months ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഷുഗർ കട്ട് എടുക്കുന്നുണ്ട്, നല്ല വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിനെല്ലാം കലോറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കഴിക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെയ് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്കൊരു ട്രാക്ക് വരും. ഓക്കെ, നമ്മൾ ഒന്നും അറിയാതെ നമ്മളിപ്പം ഒരു സമൂസ അല്ലെങ്കിൽ ഒരു പഫ്സ് ഇതിൻ്റെയൊക്കെ കാലോറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവും ഈശ്വര ഇത്രയും കാലോറീസ് ആണെന്നല്ലോ ഞാൻ അറ്റ് എ ടൈം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഷുഗർ ക്രേവിങ്സ് വന്നു കഴിഞ്ഞ് അപ്പം നമ്മൾ ഒരു ചോക്ലേറ്റ് പീസ് ഉണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ ചോക്ലേറ്റ് ഷുഗർ കട്ടാണ് ഇത് കഴിക്കേണ്ട ഒത്തിരി കാലോറി ആവുമെന്ന് വെച്ചിട്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്രേവിങ്സിൻ്റെ പുറത്ത് വേറെ പല പല കാര്യങ്ങൾ പോയി കഴിക്കും. സോ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ പീസ് ചിലപ്പോൾ ഒരു ഡയറി മിൽക്കിൻ്റെ ആ ഒരു ക്യൂബ് കഴിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഷുഗർ സ്പൈക്കോ അല്ലെങ്കിൽ ആ ഒരു കാലറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ക്രേവിങ് സാറ്റിസ്ഫൈ ആയിരിക്കും. ബട്ട് അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോൾ കഴിക്കുന്നത് അതിനേക്കാൾ ഒരുപാട് ചെറിയ സാധനങ്ങൾ കഴിച്ച് ഒരുപാട് കാലോറീസ് ബോഡിയിൽ ഇൻടേക്ക് ആവും. സോ വല്ലപ്പോഴും ഷുഗർ ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല. ദെൻ ബെറ്ററായിട്ട് ഷുഗർ ക്രേവിങ്സ് വരുമ്പോഴത്തേക്ക് നാച്ചുറൽ സോഴ്സ് ഓഫ് ഷുഗേഴ്സ് കഴിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഫ്രൂട്ട്സ് ഇൻടേക്ക് ചെയ്യുക. ഡേറ്റ്സ്, ഒരു ഫ്രൂട്ട് ഓറഞ്ചോ ആപ്പിളോ ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, നമുക്ക് നല്ലതുമാണ്. എല്ലാവരും ഷുഗർ കട്ട് ചെയ്തിട്ട് ശർക്കര വിചാരിക്കും ശർക്കരക്കകത്ത് ഷുഗർ ഇല്ലല്ലോ, പഞ്ചസാരക്കാട്ടും ബെറ്ററാണെന്ന് വെച്ചാൽ ശർക്കരയൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ ഇത് ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഷുഗറിനും ശർക്കരയ്ക്കൊന്നും വലിയ വ്യത്യാസമില്ല. സോ നമ്മുടെ ബോഡിയിലേക്ക് ഇതെല്ലാം ചെല്ലുന്നത് ബോഡിക്ക് ഇത് പഞ്ചസാരയിൽ നിന്ന് വരുന്ന ഷുഗറാണോ ശർക്കരയിൽ നിന്ന് വരുന്ന ഷുഗറാണോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാത്തിനും അതേ രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഈക്വലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ബോഡി ഇത് ഷുഗറായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് നമ്മുടെ ഷുഗർ സ്പൈക്കിന് കാരണമാവുന്ന പിന്നീട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നാണ് മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നർ ആൻഡ് സ്റ്റീവിയ. 0 കാലറിക് ആയിട്ടുള്ളൊരു നമ്മളൊരു ആൾട്ടർനേറ്റീവായിട്ട് പറയുന്നതാണ് ഷുഗർ ക്രേവിങ്സിന്. അതും കഴിക്കാം, ബട്ട് എല്ലാവരും മോഡറേറ്റ് അളവിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. മമ്മൂക്കയോട് ഇതുപോലെ ചോദിച്ചു ഇപ്പോൾ ഇത്രയും ഗ്ലാമറായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ്, ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കാം പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ മതിയെന്ന്. അത് തന്നെ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് എന്ത് കഴിച്ചാലും നമ്മുടെ വയറ് നിറയുന്ന അത്രയും കഴിക്കാതിരിക്കുക. നമ്മൾ തന്നെ മൈൻഡ്ഫുള്ളായിട്ട് കൺട്രോൾഡായിട്ട് വയറ് നിറയുന്നതിന് മുന്നേ തന്നെ നിർത്താൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കൊക്കെ വയറ് നിറഞ്ഞു എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. സോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ അത്യാവശ്യം ഫുഡ് ചെന്നാലും നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫുള്ളായെന്നൊരു ഫീലിംഗ് വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. സോ നമ്മൾ വാരി ഒത്തിരി കഴിക്കും വിശപ്പുണ്ടെന്ന് വെച്ചിട്ട്. സോ എന്ത് കഴിച്ചാലും മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കുക, ഒരളന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിറ്റ്നസ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, നാളെ എനിക്ക് ഇച്ചിരി വണ്ണം കുറഞ്ഞു, ഓക്കെ നാളെ തൊട്ട് ഞാൻ അത് നിർത്തുകയാണ്, എനിക്ക് ഓക്കെ ഞാൻ വണ്ണം കുറച്ചെടുത്തു എന്നും പറഞ്ഞ് നിർത്തുക. നമ്മൾ ഡെയിലി ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. മടുപ്പ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് കഷ്ടപ്പെട്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മടുക്കും. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ഈ ഒരു ഡയറ്റും ഈ ഒരു ലൈഫ് സ്റ്റൈലും കൊണ്ടുപോകാൻ പാടായിരിക്കും. സോ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ ഹെൽത്തി വേയിൽ ഉണ്ടാക്കി കഴിക്കാം. ചിക്കനൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്ത നോൺ വെജുകാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ചിക്കൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എയർ ഫ്രൈ ചെയ്ത് കഴിക്കാം. എണ്ണയെ വറുത്ത് പൊരിക്കാതെ കഴിക്കാം, അതിന് വരെ എയർ ഫ്രൈ ചെയ്ത് കഴിക്കാം. കൂടുതൽ എണ്ണ കുറച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. മുട്ട ഇൻടേക്ക്, ഇങ്ങനെ പനീർ അതുപോലത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ ഇഷ്ടം അതിനെ കുറച്ച് ഹെൽത്തി വേയിൽ ആക്കി കഴിക്കാൻ ശ്രമിക്കാം. സോ ലോങ് ടൈമിലേക്ക് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നീടുള്ളൊരു മിസ്റ്റേക്കാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ആൾക്കാർ ജിമ്മിൽ പോവും, അല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ നടക്കുമായിരിക്കും, അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബെഡിൽ പോയി കിടക്കുക, ഫോൺ നോക്കിയോ എന്തെങ്കിലും, നമ്മൾ അനങ്ങുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ആ രാവിലെ ചെയ്തതിൻ്റെ ബെനിഫിറ്റ്സ് മൊത്തം നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡി അനങ്ങണം. സോ ഒരു 30 മിനിറ്റ്സ് ഓഫ് വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുമ്പോഴേക്കൊന്ന് നടക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി എല്ലാവരും ചെയ്യും, ജിമ്മിൽ പോവും, ഇതൊക്കെ ചെയ്യും, എന്നിട്ട് പിന്നീട് നമ്മൾ അത്രയും പോലും ഒന്നും അനങ്ങുന്നില്ല, വന്നൊരു മൂലയ്ക്ക് കിടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ച് സ്ലോ ആവുന്നതായിരിക്കും. സോ ചെയ്യാൻ പറ്റുന്നതാണ് നടക്കുക, പറ്റുമ്പോഴൊക്കെ നടക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റോ നടന്നാൽ തന്നെ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഷുഗർ സ്പൈക്ക് കൂടാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് വീടിന് ചുറ്റുമോ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 5-10 മിനിറ്റ് ആ ഒരു ബ്രേക്ക് എടുത്ത് നടക്കുക. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് തന്നെ നമുക്കൊരു നല്ലൊരു സൂപ്പർ റിസൾട്ടിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡിജിറ്റൽ വാച്ചസ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് കെട്ടുക. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത്ര സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അറ്റ് എ ടൈം നിങ്ങളൊരു 10K സ്റ്റെപ്സ് എടുക്കണമെന്നല്ല, നിങ്ങൾക്ക് ഗ്രാജുവലി കൂട്ടിയെടുക്കാം. എത്ര സ്റ്റെപ്സ്, അപ്പോൾ നമുക്കൊരു പ്രചോദനമാകും, ഓക്കെ ഞാൻ ഇന്ന് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് റിവാർഡ് ഫീലിംഗ് കിട്ടും. സോ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്കാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് രാത്രിയിലൊരു 12:30-2 മണി ഒക്കെ വരെ റീലും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും, ഉറങ്ങത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ രാവിലെ നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ റിസൾട്ട് അവിടെ തന്നെ പോയെന്ന് കൂട്ടിക്കും. കാരണം എന്താണ്, ഉറക്കത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരും ഉറക്കിപ്പോൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നത് തന്നെയില്ല. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് എപ്പോൾ ഉറങ്ങുന്നു എന്നുള്ളത്. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഓർക്കും ഞങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റും. അവരുടെ അവസ്ഥ കൊണ്ടാണെങ്കിലും വിചാരിക്കും. അല്ലാത്തുള്ളവരെന്താ ചെയ്യേണ്ടത്, 10:30-11 മണിക്ക് നമ്മൾ ഉറങ്ങിയിരിക്കണം. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം. ആ ഒരു 11 തൊട്ട് 2 മണി രാവിലെ, ഈ സമയത്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ റിപ്പയർ നടക്കുന്നത്. ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, സ്ലീപ്പ് ഹോർമോണാണ്. നമ്മൾ രാത്രി ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സ്ക്രീനിൻ്റെ ലൈറ്റൊക്കെ ചെന്നിട്ട് ബോഡിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ സ്റ്റിൽ രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഒന്നും പ്രൊഡ്യൂസ് ആവത്ത് പോലും ഇല്ല. അങ്ങനെയാണ് നല്ലൊരു ഉറക്കം കിട്ടാത്തത്. ഓക്കെ, ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മസിൽ ഗ്രോത്തിനും ബോഡി റിപ്പയറിനും ഒക്കെ നല്ലൊരു ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ആ ഒരു റിസൾട്ടൊക്കെ വേസ്റ്റ് ആവുകയാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നമുക്കൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉറക്കത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു 6 to 8 hours മിനിമം ഉറങ്ങാൻ ശ്രമിക്കുക. നല്ലൊരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദിവസം ഒരു സമയത്ത് കിടന്നിട്ട് ഒരേ സമയത്ത് എണീക്കാൻ ശ്രമിക്കുന്നത് എല്ലാം നമ്മുടെ ഒരു സിർക്കാഡിയൻ റിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. അതൊക്കെ കറക്റ്റ് ആക്കുന്നത് വഴി നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ PCOS, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് വയറ്റ് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, ചെയ്ത് നോക്കുന്നവർക്കറിയാം വെയിറ്റ് ലോസ്. സോ അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാനും നമുക്ക് ഈ ഉറക്കവും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ അതും കൂടെ ഒക്കെ കറക്റ്റ് ചെയ്ത് പോവുക. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സ്ട്രെസ് ഈറ്റിംഗ്. ഓക്കെ, എനിക്കിപ്പോൾ സ്ട്രെസ്സ് വന്നു, ഇപ്പം വർക്കിൻ്റെ സമയത്ത് ഒരു പ്രഷർ വന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സ്,
റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, എന്ത് വന്നാലും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഫുഡ് കഴിച്ചാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓക്കെ, സന്തോഷം കിട്ടും. ബട്ട് അത് ജസ്റ്റ് നമ്മുടെ ഒരു ഡോപ്പമിൻ ഹിറ്റ്, അതിന് വേണ്ടി മാത്രമേ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് വൺസ് ഇൻ എ വൈൽ അത് കഴിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് കരുതാം. പക്ഷേ സ്ഥിരമായിട്ട് സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇമോഷണൽ ഈറ്റിംഗ് ഹാബിറ്റിൽ നമ്മൾ തന്നെ ഗെറ്റ് ഔട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്തൊരു സങ്കടം വന്നാലും നമ്മൾ ഫുഡിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഹാബിറ്റ് ലൂപ്പ് തന്നെയാണ്. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ നോക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ തന്നെ ഒരു സമയത്ത് നമുക്ക് വിശപ്പ് വന്നെങ്കിൽ ചിന്തിക്കുക, ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ചിന്തിച്ച് നോക്കുക, ഇത് എനിക്ക് ശരിക്കും വിശന്നിട്ട് തന്നെയാണോ അതോ ഞാൻ എൻ്റെ ഒരു ഇമോഷൻ്റെ പേരിൽ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകാമെന്നോ. ദെൻ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, ഇൻ മൈ സജഷൻ യു ക്യാൻ ഡു ഈസ്, അതായത് ഫുഡ് ഡെലിവറി ആപ്സൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഫോണിൽ അത് കിടക്കുന്ന കാണുമ്പോഴായിരിക്കും ഓക്കെ ഇന്നൊന്ന് ഓർഡർ ചെയ്താൽ കഴിച്ചാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഓഫറുണ്ട് ഇന്ന് കഴിക്കാം എന്നൊരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. സോ ഓർക്കുക ഇന്നൊരു ചീറ്റ് ഡേ ആണെന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കും. നെക്സ്റ്റ് ഡേ ഇതേ സമയമാകുമ്പോഴത്തേക്ക് പിന്നെ അത് കാണുമ്പോൾ നമുക്ക് ഇൻറ്റൻഷനലി ഒരു തോന്നൽ വരും ഇന്ന് ഓർഡർ ചെയ്ത് കഴിച്ചാലോ. സോ ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് പലപ്പോഴും നമുക്ക് വിശപ്പ് വന്നിട്ടായിരിക്കത്തില്ല ഓർഡർ ചെയ്യുന്നത്. ഇതുപോലത്തെ ചെറിയൊരു ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടിയായിരിക്കും. അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കും. സോ ഇങ്ങനെ ആ ഒരു ഇമോഷണൽ ഈറ്റിങ്ങും ഇങ്ങനത്തെ നമ്മുടെ ഒരു തോന്നലിനെ ബേസിൽ നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വെയിറ്റ് ലോസും നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാം വേസ്റ്റായി പോവാണ് അവിടെ തന്നെ. സോ ഫസ്റ്റ് അൺഇൻസ്റ്റാൾ ഫുഡ് ഡെലിവറി ആപ്സ് ആൻഡ് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, എനിക്ക് ശരിക്കും വിശന്നിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഹോമോൺ കൂടുന്നതായിരിക്കും. ഈ കോർട്ടിസോൾ ഹോമോൺ ഫാറ്റ് സ്റ്റോറിന് കാരണമാകുന്നതായിരിക്കും. അപ്പോൾ സ്ട്രെസ്സ് വരാത്തതായിട്ട് ആരുണ്ടെന്ന് വെച്ചാൽ ആരുമില്ല, എല്ലാവർക്കും സ്ട്രെസ്സ് വരും. അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെ ആണെങ്കിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമുക്കൊരു മൈൻഡ് പീസ്ഫുള്ളായിട്ടിരിക്കാനും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇതിൽ കൂടെ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. എണ്ണിക്കുമ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഫോണ് നോക്കിയായിരിക്കും എണ്ണിക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തോ അപ്ലോഡ് ചെയ്ത് റീല് നോക്കിയോ ഒക്കെ ആയിരിക്കും എല്ലാവരും എണ്ണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ ലൈഫിലോട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തുടങ്ങുന്ന സ്ട്രെസ്സാണ്. കോർട്ടിസോൾ ഹോർമോൺ അപ്പം തന്നെ റൈസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ആൻഡ് രാത്രിയിലും നമ്മൾ ഇത് തന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ സോഷ്യൽ മീഡിയ ഡീടോക്സ് ഈസ് വൺ ഓഫ് ദി ഗുഡ് തിങ് യു ക്യാൻ ഡു. ഡെയിലി ഒരു 1 to 2 hours ഫോൺ ഇല്ലാതിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒരുപാട് കുറയും. ട്രൈ ചെയ്യാത്തരാന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്ട്രെസ്സ് കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിന്. ഈ സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് തന്നെ നമ്മൾ അറിയാതെ നമുക്ക് വെയിറ്റ് കൂടുന്നുണ്ട്. സോ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, 11 മണിക്ക് പോയി കിടക്കുകയാണ്. ഉറക്കത്തിനും ഡിന്നറിനും ഇടയ്ക്ക് 1 മണിക്കൂർ ഗ്യാപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കാൻ എവിടെ സമയം, ഡൈജഷൻ ഒന്നും പ്രോപ്പർ ആവത്തില്ല. അങ്ങനെ തന്നെ രാവിലെ കോൺസ്റ്റിപ്പേഷനും നമ്മുടെ ഗട്ട് ഹെൽത്തിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. സോ രാത്രിയിൽ നിങ്ങൾ ഡിന്നർ ബെറ്റർ ഈസ് 7 or 8 അതിനുള്ളിൽ കഴിക്കാൻ ശ്രമിക്കുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു റെഡ്യൂസ് വെയിറ്റ് ആണ്. അത് പക്ഷേ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളുള്ളവരിലും ഡെയിലി മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്തവരുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നേനാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എന്നുവെച്ചാൽ 16 മണിക്കൂർ 16 to 8 ആണ് പറയുന്നത്. അതിൽ 16 hours നമ്മൾ ഫാസ്റ്റിങ്ങിൽ 8 മണിക്കൂർ മാത്രം ഫുഡ് കഴിക്കുക. അതാണ് എൻ്റെ കൺസെപ്റ്റ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോർമലി ഒരു 10 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ 6 മണിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് പിന്നെയും വിശന്ന് തുടങ്ങും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പട്ടിണി കിടക്കുന്ന പോലെ ഒരു ഫീൽ വന്നിട്ട് അസിഡിറ്റി പോലത്തെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഗ്രാജുവലി കുറച്ച് വരിക. 10 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതൊരു 9 മണിയാക്കുക, എന്നിട്ട് അത് കുറച്ചൊരു 8 മണിയാക്കുക, എന്നിട്ട് ഒരു 7 മണിയാക്കുക. അങ്ങനെ ഗ്രാജുവലി കുറച്ച് വന്നാൽ തന്നെ നമുക്കതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചെയ്യുന്ന മിസ്റ്റേക്കാണ് കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്നവരുണ്ട്. അല്ലാത്തൊരു സ്ട്രെങ്ത് ട്രെയിനിങ് സ്ത്രീകൾ ചെയ്താൽ മസിൽ വരാൻ വേണ്ടിയാണ്,
ആണുങ്ങളുടെ പോലത്തെ ശരീരപ്രകൃതമായി പോവോ, അതൊക്കെ വെറും മിത്താണ്. അങ്ങനെയൊന്നും ആവാൻ പോകുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് PCOD പോലത്തെ അസുഖങ്ങളുള്ളവരിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫാറ്റ് ലോസിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. സോ ജിമ്മിൽ പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പലരും കാണും. ഓക്കെ, ജിമ്മിൽ പോകാൻ പറ്റാത്തവർ കാണും. വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ. ഏതെങ്കിലും ഒരു വീഡിയോസ് പ്ലേ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. സൂംബ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൂംബ ഡാൻസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വേണ്ടി ഡംബൽസ് വാങ്ങിക്കേണ്ട, വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്യുക, അവരുടെ ഒപ്പം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ത് തുടങ്ങിയാലും, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, ലൈഫിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും കൺസിസ്റ്റൻസി ഉണ്ടോ നമുക്കതിൽ നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി 1-2 ദിവസം ഞാൻ ചെയ്തു, എനിക്ക് വണ്ണം കുറയുന്നില്ല, അങ്ങനെ നിർത്തിപ്പോകുന്നവനാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തിപ്പോവും. ആരത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ അവർക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ന്യൂ ഇയറിൻ്റെ അന്ന് എല്ലാവരും റെസൊല്യൂഷൻ എടുക്കും, ഞാൻ ഇനി തൊട്ട് ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും, അന്ന് പോയി മെമ്പർഷിപ്പ് എടുക്കും. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു പോകാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ആരത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അവർക്ക് നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. സോ എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈസ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തോ, എന്നും വെയിറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീക്ക്ലി വൺസോ മന്ത്ലി വൺസോ നോക്കാം, നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. ഇനിഷ്യൽ സ്റ്റേജസിൽ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ കൂടി ഇഞ്ച് ലോസ് ഉണ്ടാവുന്നതായിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഇഞ്ച് മെഷർ ചെയ്ത് വെക്കുക. ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയും ആം സർക്കംഫറൻസൊക്കെ മെഷർ ചെയ്ത് വെക്കുക. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ വെയിറ്റിൽ കുറവില്ലെങ്കിലും ഇഞ്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ വെയിറ്റ് കുറഞ്ഞായിട്ട് കാണാം. ദെൻ ഒരു ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ എടുത്ത് വെക്കുക ബിഫോർ. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടൊരു 1 മന്തിന് ശേഷം ആ ഡ്രസ്സ് ഇട്ട് നോക്കുക. അപ്പോൾ തന്നെ നമുക്കത് കുറച്ച് ലൂസായത് കാണാം. അപ്പോൾ തന്നെ നമുക്കൊരു പ്രചോദനം കിട്ടും. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്, എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ നമുക്കൊരു തോന്നൽ വരുന്നതായിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈസ് കൺസിസ്റ്റൻസിയാണ്, അതാരും മറക്കാതിരിക്കും. സോ ഇതൊക്കെയാണ് വെയിറ്റ് ലോസിൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ്. നമുക്ക് എങ്ങനെ നടക്കാൻ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ.